നമസ്കാരം. 24-ന്റെ വാർത്താപ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 18 തിങ്കൾ ധനു 2. ആദ്യം പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാർ ഇന്ന്. ചടങ്ങ് ഉച്ചയ്ക്ക് 3:30. കനത്ത പോലീസ് സുരക്ഷയിൽ സർവകലാശാല ക്യാമ്പസ്. പ്രതിഷേധം തുടരാൻ SFI. ഗവർണർ വിരുദ്ധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ വൈസ് ചാൻസലർക്കെതിരെ നടപടിക്ക് സാധ്യത. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് VC നിയമനം നടത്താൻ ചാൻസലർക്ക് നിർദ്ദേശം നൽകണമെന്ന് ഹർജിക്കാരൻ. സ്ഥിരം VC ഇല്ലാത്തത് സംസ്ഥാനത്തെ 9 സർവകലാശാലകളിൽ. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന ആവശ്യത്തിൽ ഉറച്ചു പ്രതിപക്ഷം. പ്രതിഷേധക്കാർക്ക് പാസ് നൽകിയ BJP MP പ്രതാപ് സിംഹയെ പുറത്താക്കണമെന്നും ആവശ്യം. ഇന്ത്യ മുന്നണിയുടെ യോഗം രാവിലെ 10-ന്. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ പ്രതികളുടെ ഫോണിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും. രാജസ്ഥാനിലെ കുച്ചാമനിൽ വെച്ച് ഫോണുകൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ലളിത് ഝായുടെ മൊഴി. പ്രതികളെ ഇന്ന് പാർലമെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ JN1 കേരളത്തിൽ വ്യാപിക്കുന്നു. ജനുവരി വരെ രോഗവ്യാപനം തുടരുമെന്ന് ആരോഗ്യ വിദഗ്ധർ. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ദിവസേന ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് 10,000-ലധികം ആളുകൾ. തമിഴ്നാട്ടിൽ കനത്ത മഴ. തെങ്കാശിയും തൂത്തുക്കുടിയും വെള്ളപ്പൊക്ക ഭീഷണിയിൽ. താമരഭരണി, പാപനാശം നദികൾ കരകവിഞ്ഞു. തിരുനെൽവേലിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കന്യാകുമാരി ഉൾപ്പെടെ 4 ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. സംസ്ഥാനത്ത് മഴ തുടരും. കൊല്ലം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴ ലഭിക്കും. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ. പ്രഭാത യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷ. പോലീസിനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായ പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. ഈ മാസം 20-ന് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ. അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി. സംയുക്ത പ്രസ്താവന ഇറക്കി ബ്രിട്ടീഷ്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാർ. 2034 ഫിഫ ലോകകപ്പിന് വേദിയാകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ട്. 10 മത്സരങ്ങൾക്ക് വേദിയാകാൻ ശ്രമം തുടങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. സംയുക്ത കരാറിനായി ആതിഥേയരായ സൗദി അറേബ്യയുമായി ചർച്ച നടത്തും. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പാലോട് നന്ദിയോട് ബ്രദേഴ്സിന്റെ ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. വൈകിട്ട് 6:30-ന് DK മുരളി MLA ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ടൗണിലും ടൗൺ അതിർത്തികളിലും സ്ഥാപിച്ച സൂചനാ ബോർഡുകളിലെ അക്ഷരങ്ങളെല്ലാം മാഞ്ഞു. 5 വർഷം മുമ്പാണ് ഇവ സ്ഥാപിച്ചത്. നടപടി സ്വീകരിക്കാതെ കോർപ്പറേഷൻ അധികൃതർ. ജലവിതരണ പൈപ്പിടാനായി പൊളിച്ച പുതമൺ കുട്ടത്തോട് റോഡ് 4 മാസം കഴിഞ്ഞിട്ടും ടാർ ചെയ്തില്ല. ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. റോഡ് നവീകരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ഇടുക്കിയിൽ നിരോധിത പാൻ മസാലയുമായി വ്യാപാരി പിടിയിൽ. പിടികൂടിയത് 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 2610 പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ. ഇടുക്കി മുനിപ്പാറ, വിരിപ്പാറ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനപാലകർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ. ഇടുക്കി വട്ടവട ഊർക്കാട് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ട്രാക്ടറിലെത്തിച്ചാണ് ഇവിടെ തള്ളുന്നതെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ. തൃശൂർ വെങ്കിടങ്ങ് മേഖലയിലെ കോൾപ്പടവുകളിൽ മോട്ടോർ പുരകൾ തുറന്നുള്ള മോഷണം തുടർക്കഥയാകുന്നു. വ്യാപകമായി മോഷണം പോകുന്നത് സബ്മേഴ്സിബിൾ മോട്ടറിന്റെ വില കൂടിയ ചെമ്പ് കമ്പികൾ. അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ്. പാലക്കാട് കാരാകൃഷിയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കാടുമൂടിയ തെങ്കര കനാലിന്റെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. കരിമ്പൻകുന്ന് മുതൽ ചിറപ്പാടം വരെയുള്ള ഭാഗമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയത്.
വയനാട് ആനപ്പാറ പാലം വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തം. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിന്റെ അടിഭാഗം അടർന്ന് വിള്ളലുകൾ രൂപപ്പെട്ട നിലയിൽ. പഴക്കം ഏറെയുള്ളതിനാൽ പാലത്തിന് ബലക്ഷയമുണ്ടെന്നും നാട്ടുകാർ. കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ കണങ്കൈപ്പുഴയിൽ പലയിടത്തും കരയിടിച്ചിൽ രൂക്ഷം. മീൻകടവ് പാലത്തേര പ്രദേശത്ത് 1/2 കിലോമീറ്റർ ദൂരത്തിൽ 15ഓളം വീടുകൾ കരയിടിച്ചിൽ ഭീഷണിയിൽ. കാസർഗോഡ് കവായി കായലിലെ ബണ്ടുകൾക്ക് ബദലായി പാലം നിർമ്മിക്കും. പദ്ധതിയുടെ ഭാഗമായി മണ്ണ് പരിശോധന തുടങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കാസർഗോഡ് ബദിയടുക്ക റേഞ്ച് പരിധിയിൽ പരിശോധന ശക്തമാക്കി. ബദിയടുക്ക എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് ബിനുവിന്റെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ്. കാസർഗോഡ് ബദിയടുക്ക ടൗണിൽ മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ദുരിതമാകുന്നു. ടൗണിൽ പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തതിനാൽ ബസ് സ്റ്റാൻഡ് റോഡിലാണ് നിലവിലെ പാർക്കിംഗ്. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വൈകിട്ട് 3 മണിക്ക് RD ഓഫീസിലാണ് യോഗം. തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർശന നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന. കാസർഗോഡ് മീഞ്ച പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി AK അഷ്റഫ് MLA. ഗാലറി, സ്റ്റേജ്, ശുചിത്വ സമുച്ചയം, ഓഫീസ് സൗകര്യം തുടങ്ങിയവ സജ്ജമാക്കും. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് M വിജിൻ MLA. വാർഡുകളുടെ നവീകരണ അറ്റകുറ്റപ്പണികൾ 1 മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന് കിഫ്ബി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് MLAയുടെ നിർദ്ദേശം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവിക്ക് ശേഷം പുതിയ നേട്ടവുമായി കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനം കോഴിക്കോടിന്. കോഴിക്കോട് മലയങ്ങാട്ട് പട്ടാപ്പകലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരാഴ്ചയായി കാട്ടാനക്കൂട്ടം തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നു. പാലക്കാട് കാവുംപടിയിൽ കാട്ടുപന്നികളിറങ്ങി വിളവെടുപ്പിന് ഭാഗമായ നെൽകൃഷി നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കർഷകർ. തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. 3 ദിവസത്തിനിടെ ഉണ്ടായത് 4 മരണം. ദേശീയപാതയിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ. കാസർഗോഡ് ജില്ലയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റുകൾ നശിക്കുന്നു. കോവിഡ് കാലത്തെ ഓക്സിജൻ പ്രതിസന്ധി കണക്കിലെടുത്ത് ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുമാണ് പ്ലാന്റുകൾ സ്ഥാപിച്ചത്. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ അഴുക്കുചാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ നാട്ടുകാരും വ്യാപാരികളും ദുരിതത്തിൽ. ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ നിർമ്മാണം വൈകാൻ കാരണമാകുന്നുവെന്ന് ആക്ഷേപം. എറണാകുളം നെടുമ്പാശ്ശേരി കൈതക്കാട്ട് ചിറയ്ക്ക് കുറുകെയുള്ള പള്ളപ്പാടം നടപ്പാലം അപകടാവസ്ഥയിൽ. കാലപ്പഴക്കത്താൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് പാലം. 1972 ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചതാണ് പള്ളപ്പാടം നടപ്പാലം. കേരള കാർട്ടൂൺ അക്കാദമിക്ക് പുതിയ ഭാരവാഹികൾ. ചെയർമാനായി സുധീർ നാഥിനെയും സെക്രട്ടറിയായി A സതീഷിനെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കേരള കാർട്ടൂൺ അക്കാദമിയുടെ വാർഷിക പൊതുയോഗത്തിൽ. നോക്കാമിനി ചില പ്രധാന അറിയിപ്പുകൾ. തൃശൂർ വേലൂരിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. വൈകിട്ട് 7 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ, ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11-ന് കോർപ്പറേഷൻ ഓഫീസിലാണ് അഭിമുഖം നടക്കുക. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകളിലേക്കുള്ള സർക്കാർ കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെന്റ് ഇന്ന്. LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ രാവിലെ 10-നാണ് സ്പോട്ട് അലോട്ട്മെന്റ്. കാലടി സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ കേന്ദ്രത്തിലെ കായിക പഠന വിഭാഗത്തിൽ വനിതാ ഗസ്റ്റ് അധ്യാപികയുടെയും ക്രിക്കറ്റ് സ്പെഷ്യലൈസേഷൻ യോഗ്യതയുള്ള ഗസ്റ്റ് അധ്യാപികയുടെയും ഒഴിവ്. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. നോക്കാമിന് ദേശീയ വാർത്തകൾ. ഛത്തീസ്ഗഡ് നിയമസഭ പ്രോടൈം സ്പീക്കറായി BJP നേതാവ് രാംവിചാർ നേതം സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായി പങ്കെടുത്തു.
പാർലമെന്റ് സുരക്ഷാ ലംഘനം വലിയ വീഴ്ചയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് ആളുകൾ പാർലമെന്റിൽ കടന്നത്. പ്രതിഷേധക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ശരിയെന്നും സീതാറാം യെച്ചൂരി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച വലിയ വീഴ്ചയെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്നും ആവശ്യം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. BJP MPയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യം ഒഴിവാക്കാൻ പ്രധാനമന്ത്രി ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് കോൺഗ്രസ്. ഈ മാസം 13-ന് എന്താണ് സംഭവിച്ചതെന്നും അതെങ്ങനെ സംഭവിച്ചെന്നും ആഭ്യന്തരമന്ത്രി വിശദീകരിക്കണമെന്ന് ജയറാം രമേശ്. പാർലമെന്റ് സുരക്ഷാ ലംഘനത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. പ്രതികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും. പ്രതിപക്ഷം വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് താക്കൂറിന്റെ വിമർശനം. ശ്രീനഗറിലെ ബെമിനയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ 3 പേർ അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. പഞ്ചാബ് മോഗയിൽ പോലീസും അക്രമികളും ഏറ്റുമുട്ടി. 3 പേർ അറസ്റ്റിൽ. പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്തു. പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ രഘുറാം രാജനുമായി കൂടിക്കാഴ്ച നടത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ജൂബിലി ഹിൽസിലെ വസതി മുഖ്യമന്ത്രി സന്ദർശിച്ചു. ലക്നൌവിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണം. ബീഹാറിലെ ഗോപാൽഗഞ്ച് പ്രദേശത്ത് നിന്ന് കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദനാപൂരിലെ ശിവക്ഷേത്രത്തിൽ കെയർടേക്കറായി ജോലി ചെയ്തിരുന്ന മനോജ് കുമാറാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ സ്ഫോടനം നടന്ന സോളാർ ഇൻഡസ്ട്രി സന്ദർശിച്ച മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു. സ്ഫോടനത്തിൽ മരിച്ചത് 9 പേർ. ഡൽഹി മയൂർ വിഹാറിൽ പേപ്പർ ഗോഡൌണിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 2.78 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാല പിടികൂടി. ഉസ്ബെക്കിസ്ഥാൻ സ്വദേശി കസ്റ്റംസ് പിടിയിൽ. ജമ്മുകശ്മീർ ഗുൽമാർഗിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി ചിനാർ വാരിയേഴ്സ്. മഞ്ഞുവീഴ്ചയുണ്ടായതിനെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങുകയായിരുന്നു. താനെ റണ്ണോവർ കേസിൽ മുഖ്യപ്രതികൾ അറസ്റ്റിൽ. താനെ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പിടികൂടി. ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗർവാളിൽ ഭൂചലനം. 3.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ത്രിപുരയിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 70 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. അസം റൈഫിൾസാണ് 160 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. രാജ്യാന്തര വാർത്തകൾ. ഗസയിലെ അൽഷിഫ ആശുപത്രിയിലെ അടിയന്തര ചികിത്സാ വിഭാഗം എത്രയും പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. അവശ്യ മരുന്നുകളും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും എത്തിച്ച ശേഷമായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെ WHO പ്രതികരണം. ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം. തുരങ്കത്തിനുള്ളിൽ ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്ര വലിപ്പമുണ്ടെന്നും സൈന്യം. അർജന്റീനയിൽ കനത്ത മഴയിൽ സ്പോർട്സ് ക്ലബിന്റെ മേൽക്കൂര തകർന്ന 13 മരണം. സംഭവം ബഹിയ ബാൻകയിൽ സ്കേറ്റിംഗ് മത്സരം നടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മലേഷ്യയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 4 സംസ്ഥാനങ്ങളിലായി 6500-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. റഷ്യൻ പ്രദേശത്തെത്തിയ 35 യുക്രൈൻ ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ആക്രമണത്തിൽ ആളപായമില്ലെന്ന് വോൾവോ ഗ്രോസ് ഗവർണർ ആന്ദ്രേ ബോച്ചാറോവ്. കിഴക്കൻ കടലിലേക്ക് തൊടുത്ത ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ കണ്ടെത്തിയതായി ദക്ഷിണ കൊറിയൻ സൈന്യം. സിയോളിനും പ്യോങ്യാങ്ങിനുമിടയിൽ സംഘർഷം വർദ്ധിപ്പിച്ച ആയുധ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ വിക്ഷേപണം. ചൈനയിൽ കടുത്ത രക്തദൗർലഭ്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധനയാണ് രക്തദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണം. റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചേക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന തള്ളി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ബൈഡൻ പറയുന്നത് അസംബന്ധം. റഷ്യയ്ക്ക് അത്തരമൊരു പദ്ധതിയില്ല എന്നും പുടിൻ.
ദുബായിലെ ആദ്യകാല ഷോപ്പിംഗ് സെന്ററുകളിലൊന്നായ അൽമുല്ല പ്ലാസയുടെ ഒരു ഭാഗം അടർന്നു വീണ് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഷോപ്പിംഗ് സെന്റർ താൽക്കാലികമായി അടച്ചു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് സർദാർ ലത്തീഫ് ഗോസ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിൽ ചേർന്നു. തീരുമാനം രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും താൽപര്യം മുൻനിർത്തി മാത്രമെന്ന് വിശദീകരണം. സത്യത്തിനു വേണ്ടി ശക്തമായി ശബ്ദമുയർത്തുമെന്നും സർദാർ ലത്തീഫ്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. ഗുരുഗ്രാമിൽ ആഡംബര ഭവന പദ്ധതി വികസിപ്പിക്കാനായി 900 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി ഇമാർ പ്രോപ്പർട്ടീസിന്റെ ഭാഗമായ MR ഇന്ത്യ. നടപടി കമ്പനിയുടെ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ OnePlus ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് നെവേഴ്സിറ്റിൽ എന്ന പേരിൽ സ്കോളർഷിപ്പ് ആരംഭിക്കുന്നു. IIT മദ്രാസിൽ ബിടെക് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. 2024 ഡിസംബറോടെ കലിംഗനഗർ പദ്ധതി വിപുലീകരണം പൂർത്തിയാകുമെന്ന് ടാറ്റ സ്റ്റീൽ. 3500 കോടി രൂപ മുതൽ മുടക്കിൽ പദ്ധതിയുടെ 2ാം ഘട്ട വിപുലീകരണം ആരംഭിച്ചത് 2018 നവംബറിൽ. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന സ്റ്റാർട്ടപ്പായ സിമ്പിൾ എനർജി 2ാമത്തെ ഇലക്ട്രിക് ഇരുചക്ര വാഹനമായ ഡോൺ 1 പുറത്തിറക്കി. ഒറ്റ ചാർജിൽ 151 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്ന് കമ്പനി. OnePlus 12 ജനുവരി 23 ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങി കമ്പനി. സമഗ്ര കണക്ടിവിറ്റി ഓപ്ഷനുകൾ, 1ലധികം സെൻസറുകൾ എന്നിവ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ പോക്കോയുടെ പുതിയ മോഡൽ രാജ്യത്ത് ഇന്ന് മുതൽ വിപണിയിലെത്തും. ഈ മാസം 15-നാണ് പുതിയ മോഡൽ രാജ്യത്ത് അവതരിപ്പിച്ചത്. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ വിജയക്കുതിപ്പിനെ കടിഞ്ഞാണിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഫീൽഡിൽ ലിവർപൂളിന് സമനില കുരുക്ക്. 38 പോയിന്റുമായി ലിവർപൂൾ 2ാം സ്ഥാനത്ത്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ബ്രൈറ്റനെ തകർത്ത് ആഴ്സണൽ. ഗണ്ണേഴ്സിന്റെ ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ISL ഫുട്ബോളിൽ തകർന്നടിഞ്ഞ് മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് FC ഒഡീഷ FCയോട് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. റോയ് കൃഷ്ണയ്ക്ക് ഇരട്ട ഗോൾ. അണ്ടർ 19 ഏഷ്യ കപ്പ് കിരീടം ബംഗ്ലാദേശിന്. ഫൈനലിൽ UAE 195 റൺസിന് പരാജയപ്പെടുത്തി. സെഞ്ചുറി നേടിയ ആഷിഖുർ റഹ്മാൻ കളിയിലെ താരം. ISLൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. മത്സരം രാത്രി 8-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് പിന്മാറി യുവതാരം ഇഷാൻ കിഷൻ. 2 ടെസ്റ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി ഇഷാൻ അറിയിച്ചെന്ന് BCCI. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കാൻ ടീം ഇന്ത്യ നാളെ ഇറങ്ങും. 2ാം മത്സരം വൈകിട്ട് 4:30-ന് പോർട്ട് എലിസബത്തിൽ. നോക്കാമിനി ഫാക്ട് ചെക്ക്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിനടിയിൽ 37 ദിവസം അകപ്പെട്ട നവജാത ശിശുവിൻ്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്. യഥാർത്ഥത്തിൽ നവജാത ശിശു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിട്ടില്ല. 3 മണിക്കൂറിന്റെ പരിശ്രമം കൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാനായെന്ന് സംഭവത്തിന് സാക്ഷിയായ ഫോട്ടോഗ്രാഫർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ഇടുക്കി നെടുങ്കണ്ടത്ത് കലുങ്കിൽ നിന്ന് കാൽവഴുതി തോട്ടിലേക്ക് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ആശാരികണ്ഠം വെളിയിൽ ഷെറിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. അംഗരാജ്യങ്ങളോട് നിരീക്ഷണം ശക്തമാക്കാൻ ആവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും JN1 കോവിഡ് ഉപവകഭേദവും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഉത്തർപ്രദേശിലെ ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ മുതൽ ഭൗപൂർ ജംഗ്ഷൻ വരെയുള്ള ചരക്ക് ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ലോജിസ്റ്റിക്സ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ ചുവടുവെപ്പാണ് ഇടനാഴി. രാജസ്ഥാനിൽ വാഹനാപകടം. 4 മരണം. ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2035ഓടെ എല്ലാ പുതിയ കാറുകൾക്കും സീറോ എമിഷൻ നിർബന്ധമാക്കുമെന്ന് കാനഡ. ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള കാത്തിരിപ്പ് കാലാവധി കുറയുമെന്നും വിശദീകരണം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
ഗസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ നിന്ന് വരുന്നത് വേദനാജനകമായ റിപ്പോർട്ടുകളാണെന്നും മാർപ്പാപ്പ. സൈന്യത്തിന് പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിച്ച് ഇസ്രയേൽ. കീഴടങ്ങാൻ വരുന്നവർക്ക് നേരെ വെടിയുതിർക്കരുതെന്ന് നിർദ്ദേശം. അബദ്ധത്തിൽ 3 ബന്ദികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ തീരുമാനം. നാട്ടിൽ കനത്ത മഴ തുടരുന്നു. തിരുനെൽവേലിയിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറി. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 2 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. 10 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. 1 ട്രെയിൻ വഴിതിരിച്ചു വിട്ടു. ന്യൂസ് പൂർത്തിയാവുകയാണ്.